ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ ബോയ്സ് ആൻഡ് ഗേൾസ് പ്ലാറ്റ്ഫോം 7 പുതുപുത്തൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ നിൽക്കുന്ന പൂനെ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷന് പുറത്താണ്. ആക്ച്വലി ഇവിടുത്തെ ഒരു റിട്ടയറിംഗ് റൂം കോംപ്ലക്സ് എന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത്. പൂനെ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ ഈ എൻട്രൻസ് വഴി, മെയിൻ എൻട്രൻസ് ആണ്. ഈ എൻട്രൻസ് വഴി ഉള്ളിൽ കയറിയാലാണ് നമുക്ക് റിട്ടയറിംഗ് റൂമിലേക്ക് എത്താൻ പറ്റുക. അപ്പോൾ ഈ എൻട്രൻസ് വഴി ഉള്ളിലേക്ക് കയറുക. ഈ എൻട്രൻസ് വഴി ഉള്ളിലേക്ക് കയറുമ്പോഴാണ് സംഭവം. ഇതുവഴി ഉള്ളിലേക്ക് പോകാം. പ്ലാറ്റ്ഫോം നമ്പർ 1 കയറി കഴിഞ്ഞാൽ പ്ലാറ്റ്ഫോം നമ്പർ 1 എൻട്രൻസിന് അടുത്തായിട്ട് തന്നെ ഇവിടെ ബോർഡ് കാണാം, റിട്ടയറിംഗ് റൂമെന്ന്. ഈ ബോർഡിന് സൈഡിൽ ഒരു സ്റ്റെയർ കേസ് ഉണ്ട്. ഈ സ്റ്റെയർ കേസ് വഴി മുകളിലോട്ട് കയറി പോകണം. സ്റ്റെയർ കേസ് വഴി മുകളിലോട്ട് കയറി വരിക. സ്റ്റെയർ കേസ് വഴി മുകളിലോട്ട് കയറി വരുമ്പോൾ ഈ കാണുന്നതാണ് റിട്ടയറിംഗ് റൂമിൻ്റെ റിസപ്ഷൻ. വിവിധ തരം റിട്ടയറിംഗ് റൂമുകൾ അവൈലബിൾ ആണ്. മഹാരാജ സൂട്ടുണ്ട്, ഡീലക്സ് റൂമുണ്ട്, ഡോർമെട്രി ഉണ്ട്, എല്ലാം ഉണ്ട്. ഞാൻ ഡീലക്സ് റൂമാണ് ചെയ്യുന്നത്. ഡോർമെട്രിയാണ്. AC 2 സെറ്റ് ഡോർമെട്രീസ് ഉണ്ട്. ഡോർമെട്രീസിൽ ഞാൻ തങ്ങിയിട്ടുണ്ട്. ഡോർമെട്രിയുടെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഷെയർഡ് ബെഡ് സിസ്റ്റമാണ്. അതാണൊരു പ്രശ്നം. അവിടെ ഈ പ്രശ്നം റൂം എടുത്തത്. സ്റ്റേഷൻ്റെ നേരെ ഓപ്പോസിറ്റ് നമ്മുടെ കൊടി കണ്ടോ, സ്റ്റേഷൻ്റെ നേരെ ഓപ്പോസിറ്റ് അവിടെ റെഡ് കളർ ബസ് കാണുന്ന സ്ഥലത്തായിട്ടാണ് സിറ്റി ബസ് സ്റ്റാൻഡ്. ഡീലക്സ് റൂം നോൺ AC. ഇതാണ് നമ്മുടെ റൂം. പുള്ളി തുറക്കുന്ന മുറി. അപ്പോൾ ഇതാണ് നമ്മുടെ റൂം R2 ഡീലക്സ് റൂം. ഡബിൾ ബെഡ് എന്നാണ് പേര്. പക്ഷേ എൻ്റെ പൊന്നെ ഇത് കണ്ടോ, 4 പേർക്ക് ഇതിനകത്ത് കിടക്കാൻ പറ്റും. 4 ബെഡുണ്ട്. അതൊരു ഫെസിലിറ്റീസ് പറഞ്ഞിട്ടുണ്ട്. ഒരു ബെഡ്ഷീറ്റ്, ഒരു ബ്ലാങ്കറ്റ്, ഒരു പില്ലോ വിത്ത് പില്ലോ കവറ്, അറ്റാച്ച് വാഷ്റൂം വിത്ത് സോപ്പ്, ഷാംപൂ, ഹോട്ട് ആൻഡ് കോൾഡ് വാട്ടർ, ഡബിൾ ബെഡ് വിത്ത് TV, വാർഡ്രോബ് ആൻഡ് സോഫ, മിനറൽ വാട്ടർ, വെള്ളം തന്നിട്ടുണ്ട്. ഇതൊക്കെയാണ് ഇതിനകത്തുള്ളത്. ഇതിനൊരു ബെഡ്ഷീറ്റ് തന്നിട്ടില്ല. അതിനോടൊരു ബെഡ്ഷീറ്റും ബ്ലാങ്കറ്റൊക്കെ വെച്ചിട്ടുണ്ട്. ഇത് പൊട്ടിയതാണെന്ന് സംശയമുണ്ട്. ഇവിടെ ഇതൊക്കെ ഉണ്ട്. കുളിക്കാൻ പോകുന്ന ഉപയോഗിക്കാനുള്ള ടവലൊക്കെ തന്നിട്ടുണ്ട്. വാട്ടർ ബോട്ടിൽ തന്നിട്ടുണ്ട് 500 ml. നല്ല ബെഡാണ്. TV ഒക്കെ ഉണ്ട്. കബോർഡുണ്ട്. ഇതിന് സത്യം പറഞ്ഞാൽ 6 മണിക്കൂറിന് 1000 രൂപയ്ക്ക് മേലെ വാടക വരുന്നുണ്ട്. AC ആണ്, ഓഫ് കോഴ്സ്, എയർ കണ്ടീഷനാണ്. ടോയ്ലറ്റാണ് ഇതിൻ്റെ ഒരു ഇത് കണ്ടോ. ഇതിപ്പോൾ കുളിമുറിയാണോ അതോ എന്തിനു പറയുക. ഇതിൻ്റെ സൈസ് കണ്ടോ, നമ്മുടെ സാധാരണ ഹോട്ടൽ റൂമിൻ്റെ വലിപ്പമുണ്ട് ഇതിന്. നമ്മളൊരു പൂനെയിലെ ബോംബെയിലൊക്കെ പോയി ഹോട്ടൽ റൂം എടുത്തു കഴിഞ്ഞാൽ ഇത്രയും വലിപ്പം ഉണ്ടാവുള്ളൂ. അത്രയും വലിപ്പമുണ്ട് ഇതിൻ്റെ ടോയ്ലറ്റിന് തന്നെ. അപ്പോൾ എൻ്റെ ചോയ്സ് ഒട്ടും മോശമായിട്ടില്ല, നല്ല ചോയ്സായിരുന്നു. ഇതിൻ്റെ ബുക്കിംഗ് IRCTC വഴിയാണ് ചെയ്യേണ്ടത്. IRCTCയുടെ rr.irctc.co.in എന്ന് പറഞ്ഞ വെബ്സൈറ്റ് വഴിയാണ് ബുക്ക് ചെയ്യേണ്ടത്. അതുവഴി മാത്രമേ കിട്ടുള്ളൂ. അത് ഫുള്ളായി കഴിഞ്ഞാൽ പിന്നെ അത് എങ്ങനെയുണ്ട്. ഇതാണ് പൂനെ സ്റ്റേഷനിലെ ഡബിൾ റൂം. ഡോർമെട്രി കാണിക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ ഡോർമെട്രിക്ക് എന്താണെന്ന് വെച്ചാൽ ഡോർമെട്രി ആക്സസ് കൺട്രോൾഡാണ്. അപ്പോൾ അവരുടെ കാർഡ് ഉപയോഗിച്ച് മാത്രമേ തുറക്കാൻ പറ്റൂ ഡോർമെട്രി എനിക്ക് കാണിച്ചു തരുന്നുണ്ടായിരുന്നു. പക്ഷേ ഒരു കുഴപ്പമെന്ന് വെച്ചാൽ ഈ ഷെയർഡ് ടൈപ്പ് ഡോർമെട്രി ആയതുകൊണ്ട് അതിനകത്ത് ബാക്കിയുള്ള ആൾക്കാരുടെ പ്രൈവസി ഒരു പ്രശ്നമാണ്. അതായത് ബങ്ക് ബെഡാണ്, 2 ലെയറുള്ള ബങ്ക് ബെഡുകളാണ്. അങ്ങനത്തെ കുറേ ബെഡുകളുണ്ട്. അങ്ങനത്തെ 26 ബെഡ് എന്ന് പറയുമ്പോൾ ഏകദേശം 13 ബങ്ക് ബെഡുകളുണ്ട്, ലോവർ ബെഡും അപ്പർ ബെർത്തുമായിട്ട്. അതിനൊരു കോമൺ വാഷ്റൂം, അതായത് 3-4 കുളിമുറികളും 3-4 ടോയ്ലറ്റുകളും വാഷ് ബേസിനും ഒക്കെ ആയിട്ട് ഒരു കോമൺ ഫെസിലിറ്റിയാണ് അതിനുള്ളത്. അത് കാണിച്ചു ഞാൻ മുമ്പ് 1-2 പ്രാവശ്യം ഉപയോഗിച്ചിട്ടുണ്ട്. അതിനകത്ത് കുറച്ച് സേഫ്റ്റി പ്രശ്നങ്ങളുണ്ട്. ബിക്കോസ് നമ്മൾ ഇതൊന്നും ഫോണൊന്നും വെച്ചിട്ട് പോകാൻ പറ്റില്ല. വെച്ചിട്ട് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ തിരിച്ചു വരുമ്പോൾ സാധനം ഉണ്ടായില്ലെങ്കിലോ അതിനകത്ത് പുറത്തുനിന്ന് ഒരാൾക്ക് കയറാൻ പറ്റില്ല. അതിനകത്ത് ഫോൺ മോഷണം പോയാൽ അകത്തുള്ള ഒരാൾ തന്നെ എടുത്തതായിരിക്കും. പക്ഷെ എന്നാലും പിന്നെ നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്രാവശ്യം ഞാൻ ഈ ഫെസിലിറ്റി ആയിരുന്നു. ഇത് അടിപൊളിയായിട്ടുണ്ട്, സൂപ്പറായിട്ടുണ്ട് ഇത്രയും ഇത്. പക്ഷേ ഇത്രയും വലിയ റൂമിനെ തണുപ്പിക്കാൻ ആ ഒരു കുഞ്ഞ് AC-ക്ക് കുറേ പണിയെടുക്കേണ്ടി വരും, മുറി മൊത്തം തണുപ്പിച്ചെടുക്കാൻ. എന്തായാലും ഞാൻ കുറച്ച് കഴിഞ്ഞാൽ ഞാൻ പുറത്തേക്ക് പോകും. എനിക്ക് ഞാൻ പറഞ്ഞില്ല, ഷോപ്പിംഗ് ചെയ്യാൻ പ്ലാൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് പോയി ചെയ്ത് നോക്കണം. ഇത് കണ്ടോ, ഇത് ആക്ച്വലി ഇത്രയും കുഞ്ഞു ടേബിളുകളാണിത്, 6 എണ്ണം. ഇത് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അവിടെ ഡോർമെട്രിയിൽ വെച്ചിട്ടുണ്ടായിരുന്നതാണ്. ഡോർമെട്രിയിൽ ഇങ്ങനത്തെ സാധനങ്ങൾ കണ്ടപോലെ എനിക്കൊരു ഉറപ്പില്ല, എനിക്ക് കണ്ടപോലെ ഒരു ഓർമ്മ. അപ്പോൾ പൂനെയിലേക്കൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ഒരു ഷോർട്ട് ടേം സ്റ്റേക്ക് റൂം ഫെസിലിറ്റിയൊക്കെ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അല്ലെങ്കിൽ നമുക്ക് കണക്ട് ചെയ്യും. ഒരു ട്രെയിൻ വന്നിറങ്ങി നമുക്ക് അടുത്ത ട്രെയിനിന് തന്നെ നമ്മൾ കണ്ടിന്യൂ ചെയ്യണം. ഒരു 5 മണിക്കൂർ അല്ലെങ്കിൽ 6 മണിക്കൂർ ഇവിടെ ഉണ്ട്. നമുക്കൊന്ന് ഷോപ്പിങ്ങിനൊക്കെ പോകണം, ലഗേജ് സേഫായിട്ട് വെച്ചിട്ട് പോകണം.
തിരിച്ചുകൊണ്ട് വൃത്തിയായിട്ടുള്ള സ്ഥലത്ത് കുളിക്കണം, അല്ലെങ്കിൽ കുറച്ച് നേരം കിടക്കണം, അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ റിട്ടയറിംഗ് റൂം ഫെസിലിറ്റി അടിപൊളിയാണ്. ഓവർനൈറ്റൊക്കെ തങ്ങാൻ സൂപ്പറായിരിക്കും ഇത്. പക്ഷേ വാടക കുറച്ച് കൂടുതലാണ്. എനിക്ക് തോന്നുന്നു 24 hours ഏകദേശം 2000 രൂപയ്ക്ക് മേലെ വരും തോന്നുന്നു. 2000 രൂപ കൊടുത്ത് തന്നെ പുറത്ത് നല്ല ലോഡ്ജ് കിട്ടും, നല്ല എയർ കണ്ടീഷൻഡ് അടിപൊളി റൂമിലെ ലോഡ്ജ് കിട്ടും. പക്ഷേ ഇത്രയും വലിപ്പമുള്ള റൂം കിട്ടില്ല കേട്ടോ. ഫാമിലിയായിട്ടൊക്കെ വന്നാൽ ഇത് സെറ്റപ്പ് ആയിരിക്കും. അപ്പോൾ ഇങ്ങനത്തെ വീഡിയോസ് ഇനിയും കാണാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അതുപോലെ നിങ്ങളുടെ കമൻറ്റ്സ്, ഫീഡ്ബാക്ക്, സജഷൻസ് ഒക്കെ താഴെ ഒന്ന് എഴുതിയിടുക. അടിപൊളിയായിരിക്കും. നമുക്ക് ഇതുപോലെ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. സോ ദിസ് ഇസ് ബിനയ് ശങ്കർ സൈനിങ് ഓഫ് ഫ്രം പ്ലാറ്റ്ഫോം ചാനൽ. ബൈ.